ഞാൻ ജെയിംസ് ആണ്, കുറ്റിക്കാട്ട് വീട്ടുപേര്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്നും 5 വർഷം മുമ്പ് ഇവിടെ വന്നൊരു വീട് വെച്ച് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ വീട് വെച്ചപ്പോൾ വീടിൻ്റെ മുൻവശം പുല്ല് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്തു. പുല്ല് പിടിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നേരം ഒരു ഐഡിയ തോന്നി, ഓർഗാനിക്കായിട്ടുള്ള ചായ കുടിക്കാമെങ്കിൽ ചായ പിടിക്കാം, പിന്നെ മൊത്തം ഗ്രീനായിട്ട് കിടക്കും. ആ ഉദ്ദേശത്തോടു കൂടി ഞാനിവിടെ തേയില നട്ടു പരീക്ഷിച്ച് നോക്കി. തേയില നട്ട് പരീക്ഷിച്ച് വേനൽക്കാലത്ത് വരുമ്പോഴത്തേക്ക് സ്പ്രിങ്ക്ലറും കൂടി ഇട്ടു. അപ്പോൾ ഇവിടെ നന്നായിട്ട് വളരും എന്നും എനിക്ക് മനസ്സിലായി. കൂടാതെ ഇപ്പം കുറച്ച് ചായ ഗ്രീൻ ടീ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ ടീ ഉണ്ടാക്കി കുറഞ്ഞ് ബാക്കി വരുന്നത് ഞാനിവിടെ 1-2 സൊസൈറ്റികളിലൊക്കെ കൊടുക്കുന്നുണ്ട്. കർഷക കടകളിലൊക്കെ വന്ന് ഡിമാൻഡ് ചെയ്ത് അവർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ വീട്ടിൽ ഓർഗാനിക്കായിട്ടുള്ള യാതൊരു വിഷവും ഒന്നുമില്ലാത്ത ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 2000 തേയിലയാണ്. 2000 തേയില ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചു. ഇതിനകത്ത് വളം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഗാനിക്കായിട്ടുള്ള ആട്ടിൻ ചാണകവും എല്ലുപൊടിയും മാത്രമേ ചേർക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ഈ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് കൊണ്ടായിരിക്കും എന്തോ ഇവിടെ യാതൊരു കേടുകളും ഇല്ല. ഇതിന് യാതൊരു മരുന്നും നമുക്ക് അടിക്കേണ്ടി വരുന്നില്ല. ഓർഗാനിക്കായിട്ടുള്ള പ്യുവറായിട്ടുള്ള ചായ ഞാനിവിടെ തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വീട്ടിൽ തന്നെ. ഇത് എനിക്ക് വാഗമണ്ണിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് എനിക്ക് എൻ്റെ തൈ ഇവിടെ എത്തിച്ചു കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് അവർ ആദ്യം ഇത് നടുന്ന പ്രോസസ്സ് അവർ തന്നെ അവരുടെ ടീമായിട്ട് ഇവിടെ വന്നിട്ട് ഇതിന് ആദ്യം നട്ടു തന്നു. ബാക്കി ഇവിടെ എൻ്റെ പണിക്കാരുള്ളവരൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇതിനില്ല. ഒരു വർഷത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇതിന് വളമിട്ട് കൊടുക്കുക. ബാക്കി ഈ വേനൽക്ക് സ്പ്രിങ്ക്ലർ ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് തിങ്ങി നിൽക്കുന്ന കാരണം ഇതിനകത്ത് പുല്ല് കിളുക്കുന്നോ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് 365 ദിവസവും നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട്. വീടിൻ്റെ മുന്നിൽ ഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടാണുള്ളത്. പുല്ല് പിടിപ്പിച്ചാലും നമ്മൾ വെള്ളമൊക്കെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പുല്ലിന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് അറ്റ്ലീസ്റ്റ് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്താലും നമുക്ക് അതിൻ്റെ റിട്ടേണും കൂടെ കിട്ടുന്നുണ്ട്. അതിനുള്ള എക്സ്പെൻസ് നമുക്ക് എനിവേ തിരിച്ച് കിട്ടുന്നുണ്ട്. നടുന്ന സമയത്ത് ആദ്യം ഇത് അവർ ഗ്രൗണ്ട് നമ്മളിതുപോലെ ലെവൽ ചെയ്തു. ഗ്രൗണ്ട് ഒരു സ്ലോപ്പിലിട്ട് ഗ്രൗണ്ട് ചെയ്ത് വെച്ച് ലൈനായിട്ട് അവർ പിടിച്ച് നടുകയാണ് ചെയ്തത്. 1 മീറ്ററിനകത്ത് 2 അടി ഗ്യാപ്പിലാണ് ഓരോ തൈ വെച്ചിരിക്കുന്നത്. ഒരു 15 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ തേയില ഞുള്ളിയെടുക്കാൻ പറ്റുന്നുണ്ട്. മഴക്കാലത്താകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടും. സമ്മറിൽ ഇച്ചിരി കുറവുണ്ട്. ഒരു 20 ഡേയ്സോളം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ തേയില എടുക്കാൻ പറ്റുന്നുണ്ട്. തേയിലയുടെ കൂമ്പ് മാത്രം ഞങ്ങൾ ഞുള്ളി എടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് അരച്ചെടുക്കും. അരച്ച് വെച്ച് അത് ഓവണിനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുന്നിൽ അരച്ച് കഴിഞ്ഞൊരു 3-4 മണിക്കൂർ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, ഒരു ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഡ്രയറിനകത്ത് വെച്ച് ഉണക്കിയെടുത്ത് പൊടിയാക്കി എടുക്കുന്നു.
കടയിൽ നിന്ന് കിട്ടുന്ന തേയില ഇതിന് കുറച്ചുകൂടെ കടുപ്പം കുറവാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഇതിൻ്റെ കൂമ്പ് അരച്ചെടുത്ത് പ്യുവറായിട്ട് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കടുപ്പം കുറവുണ്ട്. ഗ്രീൻ ടീക്ക് വളരെ നല്ലതാണിത്. ഇത് വയറിനൊക്കെ ഒരു നല്ലതാണ്. നമ്മൾക്ക് ഒരു അസിഡിറ്റി ഉണ്ടാകുമോ ഒന്നുമില്ല. നല്ലൊരു മെഡിസിനിലും കൂടെയാണ് ഈ ഒറിജിനൽ ചായ എന്ന് പറയുന്നത്. വിൽപ്പനയ്ക്ക് ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ ഉള്ളത് കൊടുക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇവിടെ കർഷക കടയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മാസം നമുക്കൊരു 5 കിലോ ഒക്കെ കിട്ടുള്ളൂ ഇതിൻ്റെ പൊടികൾ. എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, ഇത് ഈ കാലാവസ്ഥയ്ക്ക് ഇവിടെ നമുക്ക് എങ്ങനെ ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഹിൽ സ്റ്റേഷനുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്കോ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കി, അത് വളരെ സക്സസ് ആണെന്നും എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നതും എല്ലാ വീട്ടുകാരും ഇതുപോലെ കുറച്ച് തേയില പിടിപ്പിക്കുകയാണെങ്കിൽ അവനവൻ്റെ ആവശ്യത്തിനുള്ള നല്ല ഒറിജിനലായിട്ടുള്ള ഗ്രീൻ ടീ വീട്ടിൽ കുടിക്കാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നുണ്ട് ഇതിനകത്ത്.